തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. ജിവിൻ ഉണ്ട് വിശദവിവരങ്ങളുമായി. ജിവിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് 12 മണിക്ക് പ്രഖ്യാപനം വരികയാണ്. പ്രഖ്യാപനം വരുന്നതിന് വളരെ മുൻപ് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടേതായ അംഗം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? മൂത്തി അത് തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ, ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചൂരെഴുത്തുകൾ, രാഷ്ട്രീയ പാർട്ടികൾ വീട്ടിൽ കയറി സ്ഥാനാർത്ഥികൾ വീടുകളിൽ വോട്ട് ചോദിക്കുന്നത്, റോഡ് ഷോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കുറച്ച് സീറ്റുകളിൽ BJP LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടു കൂടി തന്നെ മുഴുവൻ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും BJPയും CPM. അതോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാകുകയും ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരുടെ യോഗം പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അതിനായിരിക്കും തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഈ മാസം, അതായത് ഡിസംബർ ആദ്യ ആഴ്ചയുടെ അവസാനത്തോടു കൂടിയാകും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബറിന്റെ പകുതിയോടുകൂടി തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വരുന്ന രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒക്ടോബർ അവസാനത്തോടു കൂടി തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ നറുക്കെടുപ്പും പൂർത്തിയാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ എപ്പോൾ വേണോ ഇലക്ഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടു കൂടിയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾ കയറിയുള്ള വോട്ട് ചോദിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് ഷോയൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മോത്തി.